ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു, സേഫായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് ഇട്ടിരിക്കുന്ന വീഡിയോ വന്നിട്ട് ഗ്ലൂട്ടാത്തിയോൺ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ സ്കിന്നൊക്കെ തിളങ്ങാനും വെളുക്കാനും മാത്രമല്ല, നമ്മൾ ഹെൽത്തി ആയിരിക്കാനും ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നിന്നൊക്കെ നമ്മളെ പ്രതിരോധിക്കാനും നമ്മുടെ ബോഡീനെ ശക്തിപ്പെടുത്തുന്ന, അതായത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ഒരു ഡ്രിങ്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് ഭയങ്കര എക്കണോമിക്കലി നമുക്ക് ഭയങ്കര ചിലവ് കുറഞ്ഞ ഒരു ഡ്രിങ്കാണ്. വീട്ടിലെല്ലാവർക്കും കുടിക്കാം, കുഞ്ഞു കുട്ടികൾക്ക് മുകളിലോട്ട് കുടിക്കാം. അതേപോലെ ഇത് നമുക്ക് ഹെൽത്തും അതുപോലെ നമ്മുടെ സൗന്ദര്യം ഒരുമിച്ച് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ഗ്ലൂട്ടാത്തിയോൺ ഇൻഡ്യൂസ്ഡ്. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം വെളുക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും വേണ്ടി മാത്രമാണെന്ന് കരുതരുത്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുവഴി നമ്മുടെ ഓരോ സെൽസിനെയും എന്താ പറയുക ഹെൽത്തി ആക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഗ്ലൂട്ടാത്തിയൻ. ഇത് വന്നിട്ട് ഗ്ലൂട്ടാത്തിയൻ മാത്രമല്ല, അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഡൈജഷൻ ഇഷ്യൂ ഉള്ള ആൾക്കാർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, ജിഞ്ചർ, മിൻറ്റ്, ചിയാ സീഡ്, കുറച്ച് നാരങ്ങ നീര്, ഇത്രയും കാര്യങ്ങളാണ്. ക്യാരറ്റും ഇഞ്ചിയും മിൻറ്റും നാരങ്ങ എല്ലാം കൂടി ജ്യൂസാക്കിയിട്ട് അതിൻ്റെ നീര് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളതാണിത്. അതേപോലെ തന്നെ മറ്റേത് ബീട്രൂട്ടിൻ്റെ നീരാണ്. പിന്നെ ചിയാ സീഡ് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചിയാ സീഡ് എന്തായാലും കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുള്ളൂ. അതേപോലെ എടുത്ത് ജ്യൂസിലോട്ട് ഇടരുത്. പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ ഹണിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ കുട്ടികൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ അവർക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ളവർക്ക് ജിഞ്ചർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ ശരീരത്തിന്. അപ്പം ഈ ഒരു ഡ്രിങ്ക് നമുക്ക് രാവിലെ രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്, ഇത് രക്തം ഉണ്ടാവാനും നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്, ഹെയറിനും നല്ലതാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിതിപ്പോൾ രാവിലെയാണ് കുടിച്ചത്. ടേസ്റ്റിയാണ് കേട്ടോ, കുടിക്കാനും ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് അത് എത്ര അത്യാവശ്യമാണെന്നുള്ളതും എല്ലാം ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതേപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കാം കേട്ടോ. മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തേക്കാവേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ബീട്രൂട്ട് അരച്ചെടുത്ത് ബീട്രൂട്ടിൻ്റെ ആ ഒരു പിസഡ് നമ്മൾ അങ്ങോട്ട് മുഴുവൻ എക്സ്ട്രാക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ പിസഡിൽ അതിൻ്റെ നീര് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു സ്ക്രബ്ബറും കൂടി ഉണ്ടാക്കാം. നമ്മൾ സ്കിന്നിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിൻ ഹെൽത്തി ആക്കാനൊക്കെ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ഇഫക്റ്റൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു സ്ക്രബ്ബറിൽ. അതായത് നമ്മുടെ ആ ഒരു പിസഡിലേക്ക് ബീട്രൂട്ടിൻ്റെ ഒരു തരിയിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീര്, 2-3 തുള്ളി മതി നാരങ്ങാനീര്, കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ തേനും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാൻ ചാൻസസുള്ള ഡാമേജൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിന് നല്ല ആവശ്യം. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക കേട്ടോ. ഒരുപാട് അമർത്തിയല്ല, എന്നാലും ഒന്ന് സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ് ചെയ്യുക. നല്ലോണം റൊട്ടേറ്റിംഗ് ചെയ്ത് സ്ക്രബ് ചെയ്യുക. അപ്പം നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആവുകയും ചെയ്യും. നല്ല ഒരു ഫേസിന് നല്ലൊരു കളറും കിട്ടും ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു എഫക്റ്റ് കാരണം കേട്ടോ. അപ്പോൾ അതെല്ലാവരും നല്ലോണം ചെയ്യുക. ഈ ഒരു പാക്ക് നമുക്ക് ഒരു 10 മിനിറ്റ് ഫേസിലിട്ടിട്ട് തുടച്ച് കളയാം കേട്ടോ. ഇത് നോക്കിക്കുക, കൈ സ്ട്രെയിൻ വന്നിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ സ്ട്രെയിനാണ്. നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാം, അതേപോലെ തന്നെ ബ്ലഷൊക്കെ ഉണ്ടാക്കാം, നാച്ചുറൽ ബ്ലഷൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് എല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാവേ. അപ്പം ഇത് പിന്നെ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വൈപ്പ് ഓഫ് ചെയ്യുന്നുണ്ട്. വൈപ്പ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്പ്രേ ഉണ്ടല്ലോ, ടോണർ ഉണ്ടല്ലോ, അതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല വൃത്തിയായിട്ട് തിളങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ വൈപ്പ് ചെയ്യുന്നുണ്ട്. വൈപ്പ് ചെയ്യുമ്പോൾ നോക്കി നല്ല വൃത്തിയായിട്ടുണ്ടല്ലേ, ക്ലീൻ ആയിട്ടുണ്ടല്ലേ. ചെറിയൊരു ബ്ലഷ് ഫിനിഷ് വരുന്നുണ്ട് കേട്ടോ അവിടെ. നല്ല രസമാണ്. പിന്നെ അതിന് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല നീറ്റാവുന്നില്ലേ, സ്കിന്ന് സോഫ്റ്റ് ആവുന്ന കാണുന്നില്ലേ, കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്നത്, ഇതേപോലെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് എല്ലാം നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കണം, എല്ലാവരും അലേർട്ടായിട്ടിരിക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ജീവനാണ് വലുത് എന്നുള്ള ബോധത്തോടു കൂടി പെരുമാറണം. നമ്മുടെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രശ്നങ്ങൾ എവിടെ ഉണ്ടാവാതിരിക്കട്ടെ. കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഉള്ളത് നന്നായിരിക്കാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.